പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് യോക്കിലേക്ക് നല്ലൊരു കട്ട് വർക്ക് പാറ്റേൺ, നല്ലൊരു ലേസ് ആണ് ഇത് ചെയ്തേക്കുന്നത്. കട്ട് വർക്ക് പാറ്റേണിൽ അതിൻ്റെ സൈഡിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ക്രോഷിയോയുടെ ലേസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ ബോട്ടവും ഷിഫോൺ ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രോഷിയോ വർക്ക് ചെയ്തിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഈ ഒരു പ്രിൻറ്റിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ കുറച്ച് ലീഫിൻ്റെ ചെറിയ ചെറിയ പ്രിൻ്റാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു ഫ്ലവർ പ്രിൻ്റാണ് വന്നേക്കുന്നത്. 3 പ്രിൻറ്റിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. അപ്പോൾ 3 നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് പ്രിൻറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് വലിയ പ്രിൻ്റാണ്, വലിയൊരു ഫ്ലവർ പ്രിൻ്റാണ് ഇതിൽ വന്നേക്കുന്നത്. എന്നിട്ട് യോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ഒരു ലേസ് കൊടുത്തിട്ട് സൈഡിൽ ക്രോഷിയോ ലേസും ചെറിയൊരു ബോർഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡിൽ ദാമനിൽ നമുക്കൊരു ക്രോഷിയോയുടെ ലേസാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ്. നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്, ഷിഫോൺ ദുപ്പട്ട. അതിൽ 2 സൈഡിൽ നമുക്ക് ക്രോഷിയോ ലേസ്, നമ്മൾ ഇതിൻ്റെ പാറ്റേൺ നേരത്തെ കണ്ടിട്ടുണ്ട്. ക്രോഷിയോ ലേസിൻ്റെ ബോർഡറും പിന്നെ നമുക്ക് പ്രിൻറ്റഡ് ബോർഡറും അതുപോലെ ചെറിയൊരു ക്രോഷിയോ ലേസ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട പാറ്റേൺ വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പ്രിൻറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ കുറച്ച് ചെറിയ പ്രിൻ്റാണ്, ലീഫിൻ്റെ പ്രിൻറ്റ് കൊടുത്തിട്ട് പ്ലെയിൻ ബോട്ടവും സെയിം ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ടയുടെ ബോർഡറിൽ ഡിഫറൻസ് ഉണ്ട്. ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയ ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. ആ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ്. ബോർഡർ കൊടുത്തിട്ട് ക്രോഷിയോയുടെ ലേസ് ആണ് ഇതിൽ വരുന്നത്. നല്ല രസമായിട്ടുള്ള ഷിഫോൺ ദുപ്പട്ട, അതിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സൽവാറിൻ്റെ പാറ്റേൺ വരുന്നത്.